ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഞങ്ങൾ കണ്ണൻ്റെ മുടി ഒന്ന് വെട്ടാനായിട്ട് പോയതാണേ. ഒന്നും പറയണ്ടാന്നേ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര തിരക്ക്. നല്ല ആളായിരുന്നു, അതിനകത്തും പുറത്തും എല്ലാ ആളായതുകൊണ്ട് ഞങ്ങൾ അവിടെ മുടി വെട്ടാതെ തിരിച്ചിറങ്ങി. അപ്പോൾ വെച്ചാൽ മുടി വെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചല്ല, പുറത്തെല്ലാം പോയി ഒന്ന് കറങ്ങിച്ച് വരാൻ പറഞ്ഞു വിട്ടു ഞങ്ങളെ. അന്നത്തേക്ക് അവിടുത്തെ തിരക്ക് കുറയുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ കണ്ണന് ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി ആയിട്ട് മുടി വെട്ടുന്നത്. മറ്റേത് SPC ഒക്കെ ഉള്ളതുകൊണ്ട് മുടി എപ്പോഴും ഒരുമാതിരി മിലിറ്ററി വെട്ടാണ് വെട്ടുന്നത്, പറ്റി അങ്ങ് വെട്ടി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കണ്ണൻ അങ്ങനല്ല, അല്ലാതെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഷാർജ DSB എന്ന് പറഞ്ഞ കടയുണ്ട് റാന്നിയിലെ, നല്ല അടിപൊളി ഷാർജ കേട്ടോ. അപ്പോൾ ഷാർജ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ 2 പേര് ഇറങ്ങുന്നതിന് മുന്നേ പറയും ഞങ്ങൾക്ക് ഷാർജ വേണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കയറി അവിടെ നിന്ന് ഷാർജയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് അത്ര സമയം അങ്ങ് പോകുമല്ലോ. പിന്നെ അച്ഛന് NSSൻ്റെ ക്യാമ്പുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളും ഒക്കെ അത്യാവശ്യം ചെറിയൊരു പൗഡർ ടിന്ന്, സോപ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ കൊണ്ടുപോകാനുള്ള ബ്രഷ്, പിന്നെ എല്ലാം പുതിയത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ തീരുമാനം കേട്ടോ, അവിടെ പുതിയതൊന്നും കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതെല്ലാം മേടിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മേടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ തിരക്ക് അന്നേരവും കുറഞ്ഞിട്ടില്ല കേട്ടോ. വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അച്ചുവിൻ്റെ പിരിയും ഒന്ന് എടുത്തു അവിടെ. അപ്പം ജോൻ ഗൈയിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല ഇതായിട്ട് നല്ല സർവീസാണ് അവിടുത്തെ. അപ്പം കണ്ണന് അവിടുത്തെ മുടിയൊക്കെ വെട്ടുന്ന ബംഗാളി എന്ന് പറയുന്നത് നല്ല സ്റ്റൈലായിട്ടാട്ടോ വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൻ്റെ മുടി വെട്ടുന്നിടത്ത് ഞാനും കൂടെ കയറി. ഇവൻ എന്നതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേ, ഇവൻ ചില സമയത്ത് ഈ മുടിയുടെ ഫ്രണ്ട് ഒട്ടും എടുക്കാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ലേ. ബാഗിക്ക് മാത്രം ഒരു ഇച്ചിരി എടുത്ത് വെച്ച് മേളുവശത്ത് ഫുള്ള് മുടി ഇങ്ങനെ ഇതായിട്ട് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ അകത്തോട്ട് കയറിയിരുന്ന് അവൻ്റെ മുടി വെട്ടുന്നതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചിനെ കൊണ്ട് ഒരു ആൻറ്റി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ അടുത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നതായതുകൊണ്ട് ഞങ്ങളോടൊന്ന് കയറിക്കോളാൻ പറഞ്ഞാൽ അവരാണ് അവിടെ ഇരിക്കുന്നത്. ആൻറ്റിയോ കുഞ്ഞുമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം കണ്ണൻ്റെ മുടിയെല്ലാം കണ്ണൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇപ്രാവശ്യം ഇനിയിപ്പോൾ അവധിയല്ലേ കുറച്ച് ദിവസത്തേക്ക്, അതുകൊണ്ടെന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വെട്ടിയേക്കാമെന്ന് വിചാരിച്ച്. പിള്ളേരൊക്കെ അല്ലേ, അവർക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ, അവരുടെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ടൊക്കെ വെട്ടണമെന്നുള്ളത്. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ തലയൊക്കെ കാണിച്ചു നടക്കുന്നതിൻ്റെ പകുതി ഇവൻ അങ്ങനെയുള്ള ഇതൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ഫാഷനൊക്കെ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ലേ പിന്നെ അപ്പനും അമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ്റെ മുടിയെല്ലാം അവിടെ കൊണ്ടുപോയി നല്ല ഇതായിട്ട് വെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. ഇത് ഇവിടെ റാന്നിയിൽ ഞാൻ നോക്കിയിട്ട് കൊള്ളാവുന്നൊരു കട ഇതാട്ടോളെ. കാര്യം ഒരു എന്നാ കല്യാണത്തിൻ്റെ ആണെങ്കിലും എന്നതിൻ്റെ വർക്കുകളാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് ഈ ജോൻ ഗൈ എന്ന് പറയുന്നത്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള അവരുടെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഓരോ കല്യാണത്തിൻ്റെ ആണെങ്കിലും ഒരുക്കുന്നത് നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സത്യമായിട്ടത്. കാര്യം അത്രയ്ക്കും നല്ല ഇതാണ്. എനിക്ക് നല്ല വിശ്വാസമാണ് ഇവിടുത്തെ സർവീസ് എല്ലാം നല്ല ഇതായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ കണ്ണൻ ഇവിടെ വന്ന് മുടി വെട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമേ. അപ്പം കണ്ണൻ്റെ പിരിയത്തിൻ്റെ അവിടുന്ന് ഒരു വെട്ടൊക്കെ വീണ് അത് കഴിഞ്ഞ് പിന്നെ അതേ വെട്ട് തന്നെ തലമുടിയുടെ സൈഡിലോട്ടും കൂടെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുടെ ഫാഷൻ എന്നൊക്കെ പറയുന്നത്. എന്നെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ്റെ മുടി വെട്ടിയേക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്ക് നേരത്തിലൊക്കെ ഒരു ഇച്ചിരി കൂടെ ഒരു ലുക്ക് തോന്നി എനിക്ക് അവനെ കണ്ടപ്പോഴത്തേക്ക്. അപ്പം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മേ നല്ല രസമല്ലേ എൻ്റെ മുടി വെട്ടിയേക്കുന്നത് കാണാൻ എന്നും പറഞ്ഞിട്ട് അവനും ഭയങ്കര സന്തോഷമായി. പിള്ളേരുടെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമല്ലേ. അവരുടെ ആ മുഖത്ത് കാണുന്ന ഒരു തെളിച്ച്. എത്ര ദിവസം എന്നറിയാം ഇവനോട് മുടി വെട്ടുന്ന കാര്യം പറയാൻ തുടങ്ങിയിട്ട്. ഇവനെ പിന്നെ വെട്ടാൻ നിർത്തി എൻ്റെ പുറകെ എന്ന് പറയുന്നത് അമ്മയും അച്ഛനോട് ഒന്ന് പറ, എൻ്റെ മുടി എനിക്ക് എൻ്റെ ഇഷ്ടത്തിലൊന്നും ഇപ്രാവശ്യം വെട്ടിക്കോട്ടെ ഇതിങ്ങനെ ചോദിച്ച് നിനക്ക്. അപ്പോൾ പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇപ്പോഴുള്ള പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ മുടിയൊക്കെ വെട്ടിയിട്ട് വരുമ്പോഴായിരിക്കും വീട്ടിലുള്ളവരൊക്കെ അറിയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങൾക്കും അവർ ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ടേ ചെയ്തുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു അത്രയും നമ്മളോട് അനുവാദം ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് നമ്മളും കൂടെ വിടണ്ടേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കണ്ണൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി അതെല്ലാം ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കിനി ഒത്തിരി സമയമായി കേട്ടോ, ഒത്തിരി താമസിച്ചു. അപ്പം ഇനി വീട്ടിൽ വന്നേച്ച് അച്ഛന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. ആ സമയത്ത് നമ്മൾ എടുക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ പലതും മറന്നു പോകും. അച്ഛനൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം തയ്യാറാക്കി വെച്ച് അതിനകത്ത് നോക്കിയാണ് എല്ലാം എടുത്തൊക്കെ വെക്കുന്നത്. എന്നാന്ന് പറഞ്ഞാലും എന്നതെങ്കിലുമൊക്കെ എടുക്കാനായിട്ടൊന്നും മറക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ട് എനിക്ക്. അച്ചു പോയി അവിടെ പിന്നെ അടുത്താണ്, ഇതിനെല്ലാം ഒരു അത്യാവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചറിയിച്ചാൽ നമുക്ക് കൊടുക്കാം എന്നതുണ്ട്. എന്നാലും അവർ ക്യാമ്പിൽ അങ്ങനെ എപ്പോഴും ചെന്ന് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. കണ്ണൻ്റെ മുടിയെല്ലാം വെട്ടി കണ്ണ് നല്ല സ്റ്റൈലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അവന് മുടിയൊക്കെ വെട്ടി കഴിയുമ്പോഴത്തേക്ക് അവൻ തന്നെ ഹാപ്പിയായി. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അച്ചുവിന് ചിരി വന്നു. ഇവൻ്റെ മുടിയുടെ ഈ പിരിയത്തെ എന്നുള്ള വരയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾ പിന്നെ ചെറിയ കാര്യത്തിന് പോലും ഇവനെ ഇങ്ങനെ കളിയൊക്കെ ഇവന് പെട്ടെന്ന് അതങ്ങ് ഫീലാകുകയും ചെയ്യും. അപ്പം മുടിയെല്ലാം സെറ്റാക്കി ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോരുകയാണ്. പിന്നെ ഇത് വീട്ടിലെല്ലാം വന്നു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണിതേ.
പിറ്റേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലത്തെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാര്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അച്ചുവിന് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പഴയ ടോപ്പ്, പിന്നെ എൻ്റെ പഴയ നൈറ്റി. നൈറ്റി തന്നെ ഒത്തിരി പഴയതൊന്നുമല്ല കേട്ടോ. എനിക്കത് ഒത്തിരി ഇറുക്കമായപ്പോഴത്തേക്ക് അധികം ഞാൻ ഇട്ടിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ അച്ചുവിന് ഇച്ചിരി നൈറ്റ് ഡ്രസ്സ് പോലെയൊക്കെ ഒന്ന് തയ്ച്ചും എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ എൻ്റെ ടോപ്പും പിന്നെ നൈറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തയ്ച്ച് അതെല്ലാം ഒന്ന് എടുത്ത് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ മുറ്റത്തോട്ടിറങ്ങി. നമ്മുടെ മുറ്റം എല്ലാം ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം തൂത്ത് വാരി എല്ലാം കളഞ്ഞ് മണ്ണും എല്ലാം ഒന്ന് സെറ്റാക്കി. ഇനി പച്ചക്കറിയൊക്കെ നട്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാം ടയറും എല്ലാം മാറ്റി തൂത്തെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മുറ്റം കണ്ട അടിപൊളിയായി കേട്ടോ. കാര്യം എനിക്ക് ഈ മാറ്റം വരുത്തി മാറ്റി അതെൻ്റെ ചേട്ടൻ പറഞ്ഞു, ഇനി കട്ട വെച്ചാൽ ചെയ്തേക്കാൻ, ഇത് തല്ലി പൊളിക്കണമെന്ന് നീ പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടേ. അപ്പം ഇതിപ്പം എല്ലാം തൂത്തെല്ലാം വൃത്തിയായി കഴിയുമ്പോഴത്തേക്ക് മണ്ണിൻ്റെയൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ടയറൊക്കെ ഇരുന്നിടത്തൊക്കെ പാടൊക്കെ കണ്ടോ. അങ്ങനെ ടയറും എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി. ഇനി പച്ചക്കറിയുടെ തൈകളെല്ലാം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കുറേശ്ശെ നട്ട് എല്ലാം ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിത്തോട്ടം അടുക്കളത്തോട്ടം സെറ്റാകും. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നിന്ന് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് മണലും കൂടെ ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. മണലും കൂടി ഇട്ടേച്ച് വേണം പച്ചക്കറി നടാനെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഇച്ചിരി മണലൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കിയും കൂടെ ഒക്കെ മണലും എല്ലാം ഇട്ടൊന്ന് ലെവലാക്കണം. അതുപോലെ ഗ്രോ ബാഗ് ഫുള്ള് മതിലേലാക്കി പച്ചമുളകിൻ്റെ എല്ലാം ഒരു സെക്ഷനാക്കി ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ നീക്കി ഓരോന്നിൻ്റെ ഓരോ സെക്ഷനായിട്ട് വെച്ച് നമുക്ക് എടുക്കാനുള്ളൊരു സൗകര്യത്തിന് പച്ചമുളകൊക്കെ ഒന്നിച്ചിരിക്കുമ്പം അതൊരു ഭംഗിയല്ലേ കാണാനും കൂടെ. പിന്നെ ടയർ മുഴുവനും ഇത്രയും ടയറുണ്ടായിരുന്നു കേട്ടോ. ഇനി ടയർ എടുക്കുന്നവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ടയറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടവും കൂടെ വൃത്തിയാകും. പിന്നെ ഇനി ആ ടയർ കുറച്ചൊന്ന് കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ചെളിയുള്ളതൊക്കെ ഇടയ്ക്കൊന്ന് അല്ലെങ്കിൽ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞൊന്ന് ചിരണ്ടി കളഞ്ഞാലും മതി. അത്രയൊക്കെ ഉള്ളൂ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മുറ്റം എല്ലാം വൃത്തിയായി. അതെല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഗാനമേളയൊക്കെയാണ്. അപ്പം ഉത്സവമൊക്കെ തുടങ്ങിയിരിക്കുന്നതിൻ്റെ രാത്രിയിലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പരിപാടിയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും കണ്ണനും വെച്ചോളൂ. ചേട്ടൻ ചെറിയൊരു ഓട്ടം പോയേക്കാണ്. അപ്പം ഒരു 11 മണിക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്പലത്തിന് അങ്ങോട്ട് വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ണനാണ് വീഡിയോ എടുത്തേക്കുന്നത്. ആളുണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര ആളെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം പ്രസാദൂട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഫുഡും ഒക്കെ കഴിച്ച് ചെക്കിന് വരാനുള്ള സമയമുണ്ട്. അപ്പോൾ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യമേ 8:30ക്കാണ് ഗാനമേളയെന്ന് പറഞ്ഞേക്കുന്നത്. കാഞ്ഞിരപ്പള്ളി അമലയുടെ ഗാനമേളയായിരുന്നു കേട്ടോ. ഗാനമേള കൊള്ളായിരുന്നോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഭയങ്കര നല്ലതായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വലിയതില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. അപ്പം ഞങ്ങൾ കണ്ണനെ ഞാൻ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി. കാര്യം ഈ അമ്പലത്തിലൊക്കെയാണല്ലോ, അമ്പലത്തിലും പള്ളിയിലെയൊക്കെ ഈ പെരുന്നാളും ഉത്സവമൊക്കെ വരുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു അടിപിടി കേസുകെട്ടുകളൊക്കെ വരുന്നത്. അപ്പം എല്ലാ പ്രാവശ്യവും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വഴക്കും ബഹളമൊക്കെ. അപ്പോൾ അതുകൊണ്ട് കണ്ണനോട് ഞാൻ പറഞ്ഞു ആ കൂടെ പോയി നിന്ന് ചാടാനും എടുക്കാനും നിൽക്കേണ്ട, ഞങ്ങളോട് ഇവിടെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് പരിപാടി കാണാമല്ലോ ഇവൻ അടുത്തിരിപ്പുണ്ടെങ്കിൽ. ചേട്ടൻ പിന്നെ അങ്ങനെയുള്ള ഇതിലൊന്നും ഇവൻ ചെന്ന് പെടുമെന്നല്ല, മാറി നിൽക്കുന്നവർക്കൊട്ടും ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, അച്ഛനുണ്ടെങ്കിൽ നീ അച്ഛൻ്റെ കൂടെ പോയി നിന്നോ, എനിക്ക് കുഴപ്പമില്ല, അല്ലാതെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി എന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പരിപാടിയെല്ലാം കണ്ട് ഒരു കൊച്ചു കാന്താരിപ്പെണ്ണ് അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടോ. ഇച്ചിരിയേ ഉള്ളൂ, കടുകുമണിയോളം ഉള്ളൂ. അയ്യോ അതിൻ്റെ ഡാൻസ് കാണണം കേട്ടോ, എന്നാ രസമാണെന്നറിയാമോ. ഒരു ആരെയും പുള്ളിക്കാരി മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാ സ്റ്റെപ്പും നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത്. നന്ദലാല എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പം അതിൽ കൃഷ്ണനായിട്ടാണ് പുള്ളിക്കാരി നടുക്ക് നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറെ ഉണ്ടായിരുന്നു ഒരു അയ്യപ്പൻ്റെ ഒക്കെ ഒരു പാട്ടോട് കൂടി അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതിനകത്തും ഉണ്ടായിരുന്നു. അതും നല്ല ഭംഗിയാണ് ഡാൻസ് കളിക്കുന്നതായിട്ട്. അപ്പം പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗാനമേള 8:30 എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 9:30 കഴിഞ്ഞ് അത്രയൊക്കെ സമയമായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഗാനമേളയും ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഒന്നും പാട്ടും കാര്യങ്ങളും ഒന്നും ഇതിനകത്തൊക്കെ കേൾപ്പിക്കാത്തത് എന്നാന്ന് ചോദിച്ചാൽ പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇതൊന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് അവരുടെ ഗാനമേള തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഇതാണ്. നല്ല രസമായിരുന്നു, ലൈറ്റും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് അവർ തുടക്കം കുറിച്ചത്. പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ എവിടെയോ എൻ്റെതൊക്കെ ഒരു ഒരു ഇത് എന്നാന്നറിയത്തില്ല. ഇനി എൻ്റെ മൈൻഡിൻ്റെ കുഴപ്പമാണോന്ന് ഇനി അറിയത്തില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു ഗാനമേളയൊക്കെ. ഇനി നാളെ നാടൻ പാട്ടും കാര്യങ്ങളൊക്കെയാണ്, അതിന് ചിലപ്പോഴേ പോവുകയൊക്കെ ചെയ്തോളൂ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ഗാനമേളയൊക്കെയാണ്. എനിക്ക് ഗാനമേളയും നാടകമൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം. നാടകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പം ഗാനമേളയും നാടകമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അതും അമ്പലത്തിലെ ഉത്സവത്തിന് പള്ളിപ്പെരുന്നാളിന് അതൊക്കെ ഒരു പ്രത്യേകതയല്ലേ. അപ്പം അടുത്ത ദിവസം ഇനിയിപ്പോൾ അച്ചു പോകുന്നതിൻ്റെ അന്ന് ഗാനമേളയാണ്, അന്നും കൂടെ കാണാനൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദീപും അമലയും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു ഗാനമേളയൊക്കെ കാണുകയൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പോൾ ചേട്ടൻ പിന്നെ വിളിച്ചു. ഞാൻ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ. അപ്പോൾ ഇത് കണ്ടോ ഒരു ചേട്ടന് ആ പുള്ളി ഉണ്ടല്ലോ ഇച്ചിരി ഒരു പ്രശ്നമുള്ള ആളാണ്. ഇതുപോലെ കിടന്ന് ഡാൻസ് കളിയാണ് ഈ പാട്ട് തുടങ്ങുമ്പം തൊട്ടേ. ആദ്യം ഒരു വെള്ള പൂവും കൊണ്ടാണ് വന്നത്. അത് പക്ഷേ ഞാൻ എടുത്തില്ലായിരുന്നേ. അല്ല ആദ്യം കുറേ മാവല പോലത്തെ അങ്ങനെ എന്നതൊക്കെയോ തലയിൽ വെച്ച് കെട്ടി വന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിള്ളേർ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു. അപ്പോൾ അവർ ഒന്നിച്ച് കൊച്ചുങ്ങളുടെ മുന്നിൽ കിടന്നങ്ങ് ഡാൻസ് കളിയാണ്. അപ്പോൾ അവർ ഒന്നിച്ച് മാറ്റിവിട്ട് അങ്ങ് പോ എന്നും പറഞ്ഞു. പിന്നെ ഗാനമേള തുടങ്ങിയപ്പോഴാണ് വന്നത്. ഗാനമേള തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം തലയിൽ ഒരുമാതിരി ഒരു വെള്ള കുളമ്പ് പോലത്തെ പൂവുണ്ടല്ലോ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത് തറച്ചും തലയിലും കെട്ടി ദേഹത്തും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ ഭയങ്കര ഡാൻസായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി തന്നെ അങ്ങ് പോയി. അതിന് പിന്നെ ആരും പറഞ്ഞു തന്നെ പോയിച്ച്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണിക്കൊന്ന പൂ അതും എവിടുന്നാണ് എനിക്കൊന്ന് അമ്പലത്തിൻ്റെ പുറകെ കണിക്കൊന്ന പൂവുണ്ട് അവിടുന്നായിരിക്കും തോന്നും. അതും എല്ലാം പറിച്ച് ഒടിച്ച് തലയിലും കെട്ടി നല്ല രസമാണ്. ചിരിക്കാനുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്കിന്നൊരു 12 1 മണിയൊക്കെ ആകാറായും തോന്നും കേട്ടോ. അത്രയും സമയമൊക്കെ 12:30 അല്ല കേട്ടോ 11:45 ഗാനം കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും സമയം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇനി വീഡിയോയിലെ. അങ്ങനെ ഞങ്ങൾ രാത്രിയിലെ ഗാനമേളയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 12 12 മണി കഴിഞ്ഞു. വെച്ചോ ഉണ്ണീശോ വെച്ചോ. അങ്ങനെ ഞങ്ങൾ ഉണ്ണീശോയെ പുൽക്കൂട്ടി വെച്ചു. 12 മണി കഴിഞ്ഞ് എല്ലായിടത്തും പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. കണ്ണൻ ഭയങ്കര ജാട എടുത്തുകൊണ്ട്